شريك له ونهانا عن الفسوق والعصيان وعن كل ما يضر بالعقول والأبدان وأشهد أن نبينا محمدا عبده ورسوله المبعوث بالبينات من الهدى والفرقان صلى الله عليه وبارك عليه وعلى آله وصحبه أولي الفضل والعرفان والتابعين ومن تبعهم بإحسان أما بعد عباد الله فاتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. വിശ്വാസികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്: ഇജ്തനിബു അൽ ഖംർ, മദ്യത്തെ നിങ്ങൾ വെടിയണം. ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്, എല്ലാ നീചകൃത്യങ്ങളുടെയും മാതാവാണ് മദ്യം. എന്നിട്ട് അദ്ദേഹം ഒരു സംഭവം വിവരിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് ഒരു നല്ല മനുഷ്യൻ, അയാൾ കൃത്യസമയത്ത് പള്ളിയിലേക്ക് പോകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ആബിദായ മുത്തക്കിയായ മനുഷ്യൻ, ഒരു നികൃഷ്ടയായ ദുഷ്ടയായ സ്ത്രീ ആ മനുഷ്യനെ വഴികേടിലാക്കിയ രൂപം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ ദാസിയെ വിട്ടുകൊണ്ട് ആ മനുഷ്യനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം വന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു ബോട്ടിൽ കള്ളുമുണ്ട്, സുന്ദരിയായ ആ സ്ത്രീയുമുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നീ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലണം, അല്ലെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് മദ്യം നീ കുടിക്കണം. അയാൾ ചിന്തിച്ചു, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഒരു ഗ്ലാസ് മദ്യം കുടിക്കാം. മദ്യം ആവശ്യപ്പെട്ടു. മദ്യം ഒരു ഗ്ലാസ് കുടിച്ചു. കുടിച്ചപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ജീദൂനി, ഒന്നുകൂടി തരൂ, വീണ്ടും വീണ്ടും തരി എന്ന് അയാൾ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മദ്യം അകത്ത് ചെന്നപ്പോൾ ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കൊല ചെയ്തു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. ലോകത്തുള്ള മനുഷ്യരെ വിളിച്ചുകൊണ്ടല്ല അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസികളെ. സത്യവിശ്വാസിയാണ് ഈ കെണിയിൽപ്പെട്ടത്, അല്ലേ? അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം നിങ്ങൾ. സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. പിശാചിന്റെ കെണിയാണ്, റിജ്സാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. വളരെ മ്ലേച്ഛമായ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നജസാൻ. നജസ് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ നജസാണ് അത് എന്നുള്ളതാണ്. അത് വെടിയണം. നോക്കൂ നിങ്ങൾ, കുടിക്കരുത് എന്നല്ല വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. ഫജ്തനിബൂ, അതിൽ നിന്ന് അങ്ങ് അകലെ നിൽക്കണം, അതിൻ്റെ അടുത്തേക്ക് പോലും പോവാൻ പാടില്ല എന്ന പ്രയോഗമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഇനി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് നോക്കൂ. എത്ര നമ്മളെ മക്കൾ, ആ മക്കള് നമുക്ക് പ്രതീക്ഷയായിരുന്ന മക്കൾ ആദ്യം ഒരു തുള്ളി കുടിക്കും, അല്ലേ? കൂട്ടുകാരുമായി ഇടപഴകും, ഒരു മുറുക്ക് ഒരു ഗ്ലാസ് കുടിക്കും. അങ്ങനെ ആ കൃത്യനിഷ്ഠതയൊക്കെ അവന് പോകും. അവൻ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ ദുരിതമായി മാറുന്ന രൂപമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അതുകൊണ്ടാണ് മയക്ക് മരുന്ന് എന്ന് പറയുന്നത്
മദ്യത്തേക്കാൾ ഭീകരമാണത്. ഇന്ന് കാണുന്ന മയക്കുമരുന്നുകൾ മദ്യത്തേക്കാൾ ഭീകരമാണ്. കാരണം എന്താ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മയക്കുമരുന്നിനെയും അതേപോലുള്ള മദ്യത്തെയും ഒക്കെ ലഹരി വസ്തുക്കളെയും ഒക്കെ ഹറാമാക്കി ഇസ്ലാം വിധിച്ചിട്ടുള്ളത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, മയക്കുമരുന്ന് പിന്നെ മദ്യം വളരെ ദുഷ്കരമാണെന്ന് പറയേണ്ടില്ല. അത് ചിലപ്പോൾ ഒരു മോഷ്ടാവിനേക്കാൾ ഭീകരമാണ്. മോഷ്ടാവ് ചിലപ്പോൾ എന്തേ കൊണ്ടുകൊള്ളൂ? പണോ അല്ലെങ്കിൽ സ്വർണോ വെള്ളിയോ നമ്മുടെ ശരീരത്തിന് അപ്പുറത്തുള്ളതേ വലിച്ചു കൊണ്ടുപോകുള്ളൂ. നമ്മുടെ സമ്പത്താണ് മോഷ്ടാവ് മോഷ്ടിക്കുക. എന്നാൽ ഈ ലഹരി വസ്തുക്കൾ അതേപോലെ തന്നെ മയക്കുമരുന്നുകൾ മോഷ്ടിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ബുദ്ധിയെയാണ്, നമ്മുടെ സ്വഭാവത്തെയാണ്, നമ്മുടെ കുടുംബത്തെയാണ്, അല്ലേ? നമ്മുടെ എല്ലാമായ കുടുംബത്തെയും സമൂഹത്തെയുമാണ് പിന്നെ ലഹരി വസ്തുക്കൾ തകർക്കുന്നത്, അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അഴിമതികൾക്കൊക്കെ കാരണം, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളൊക്കെ ഈ ഖംറും ഈ മുഖദ്ദിറാത്തും മുസ്കിറാത്തും ലഹരിയും അതേപോലെ തന്നെ മയക്കുമരുന്നുകളുമാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പ്രവാചകൻ അരുളി, കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുണ്ടോ അതൊക്കെ മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഹറാമാണ്. നോക്കൂ നിങ്ങൾ, അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പദം കുല്ലു മുസ്കിരിൻ, കുല്ലു മുസ്കിരിൻ എന്ന പദപ്രയോഗമാണ്. ഇന്നത്തെ ആധുനിക രൂപത്തിലെ നൂതനമായ മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും ഒക്കെ പേരുകൾ നാം നിത്യവും വായിക്കുന്നതാണ്, കാണുന്നതാണ്. ആ മയക്കുമരുന്നുകളൊക്കെ ഈ മുസ്കിർ എന്ന പദത്തിന്റെ അർത്ഥത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നോക്കുന്നു, ഇന്നൽ ഹശീഷ ഹറാം, ഹശീഷ് ഹറാമാണ്, അല്ലേ? ലഹരി വസ്തുവാണത്. എന്നിട്ടോ അദ്ദേഹം പറയണ, യുഹദ്ദു മുതനാവിലുക കമാ യുഹദ്ദു ശാരിബുൽ ഖംർ, മദ്യം കുടിക്കുന്നവന് എന്തൊരു നിയമമാണോ നടപ്പാക്കുന്നത് അതേ നിയമം ലഹരി വസ്തു ഉപയോഗിക്കുന്നവനും നടപ്പാക്കണം. എന്നിട്ട് അദ്ദേഹം പറയാൻ, വഹിയ, ഈ ലഹരി വസ്തുക്കൾ അഖ്ബസു മിനൽ ഖംർ, മദ്യത്തേക്കാൾ നികൃഷ്ടമാണ്, നീചമാണ്. മിൻ ജിഹത്തിൻ അന്നഹാ തുഫ്സിദുൽ അഖ്ല, മനുഷ്യന്റെ ബുദ്ധിയെ കുഴപ്പത്തിലാക്കുന്നു. ആലോചിച്ചു, അള്ള ചെയ്തു തന്ന അനുഗ്രഹമാകുന്ന ആ ബുദ്ധിയാണ് നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹം. ആ ബുദ്ധി മൂലമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള അടിസ്ഥാനം എന്താ? നാം എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം, അല്ലേ? എല്ലാവരും മസ്ഊലാണ്. ഈ മസ്ഊലിയത്ത് എങ്ങനെ ലഭിക്കുന്നത്? ആ ബുദ്ധിയാണ്, അല്ലേ? ആ ബുദ്ധിയാണ് അതിന്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ തിരിച്ചറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട് റബ്ബിനെ തിരിച്ചറിയാനുള്ള അടിസ്ഥാനം ഈ ബുദ്ധിയാണ്. ആലോചിക്കൂ, ഇങ്ങനെ പലതിൻ്റെയും അടിസ്ഥാനം ഈ ബുദ്ധി. അള്ളാഹ് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, മറ്റു ജീവജാലങ്ങൾക്കില്ല. ആ ബുദ്ധിയെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അന്നഹാ തുഫ്സിദുൽ അഖ്ൽ, അത് ബുദ്ധിയെ നശിപ്പിക്കുന്നു. വൽ മിസാജ്, മാത്രമല്ല സ്വഭാവത്തെയും നശിപ്പിക്കുന്നു. പിന്നെയോ ഹത്താ യസീറ ഫിർ റജുലി, അങ്ങനെ ആ മദ്യം കുടിക്കുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടാകും തഹന്നുസുൻ, ആണും പെണ്ണും അല്ലാത്ത അവസ്ഥ. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്ത് പല പട്ടണങ്ങളിലും, വലിയ വലിയ സിറ്റികളിലുമൊക്കെ ആണും പെണ്ണുമല്ലാത്ത മനുഷ്യർ ധാരാളമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇതിൻ്റെയൊക്കെ പിന്നിൽ മയക്കുമരുന്നാണ് സഹോദരൻ. ഇബ്നു തൈമിയ്യ പറയാണ്, വദിയാസ, കാമഭ്രാന്തി, ആരെ കണ്ടാലും നാക്കാലികളെ പോലെ ചാടിക്കേറുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകുമെന്ന് അന്ന് ഇബ്നു തൈമിയ്യ എഴുതി വെച്ച് പോയിട്ടുണ്ട് സഹോദരന്മാരെ. ആലോചിച്ചു, വഗൈറുദാലിക മിനൽ ഫസാദ്, ഇതേപോലുള്ള ഒരുപാട് കുഴപ്പങ്ങളും അഴിമതികളും ഉണ്ടാകും. മാത്രമല്ല വഅന്നഹാ തസുദ്ദു അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, നമസ്കാരം പോലുള്ള അതേപോലെ ഇബാദത്തുകൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അത് മനുഷ്യനെ തടഞ്ഞു നിർത്തും എന്നതും അദ്ദേഹം വിവരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നമുക്കല്ല തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ശരീരം, ഈ ബുദ്ധി. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത്. ഇത്തരം മുഖദ്ദിറാത്തും മുസ്കിറാത്തും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൊല ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കും, അല്ലാഹ് നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അല്ലാഹ് കാരുണ്യത്തോടു കൂടി നൽകിയതാണ് ആ ബുദ്ധി, ആ ശരീരം. അത് നിങ്ങൾ കേടുവരുത്തരുതേ. നോക്കൂ നിങ്ങൾ, എത്ര കുടുംബമാണ് തകർന്നത്.
അതിൻ്റെ പിന്നിലെന്താ? അതേപോലെ എത്ര സമ്പത്താണ് നഷ്ടപ്പെട്ടത്, എത്ര ജീവനുകളാണ് വാഹനാപകടങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഒക്കെ ഇല്ലാതെയായത് അല്ലേ? മോഷണങ്ങളും കവർച്ചകളും കൊലപാതകങ്ങൾക്കും പിന്നിലുള്ള വില്ലൻ ആരാണ്? ഈ മയക്കുമരുന്നാണ് സഹോദരൻ. അതുകൊണ്ട് ഫജ്തനിബൂ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, ആ മയക്കുമരുന്നിനെ നിങ്ങൾ വെടിയണം. എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇഹത്തിലും പരലോകത്തിലും നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ അതല്ലാതെ മറ്റൊരു കാരണമില്ല സഹോദരന്മാർ. അതുകൊണ്ട് അത് വെടിയുക. അങ്ങനെ അത് വെടിയുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ, വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെണ്ണീരുണ്ട്, ആ വെണ്ണീരിൻ്റെ താഴെ ഉണ്ടാവും ചെറിയ തീപ്പൊരി. ആ തീപ്പൊരി ചെറുതായി വരും, പിന്നെ തുടക്കത്തിലെ ചെറുതാവും, പിന്നെ അത് കത്തിപ്പിടിച്ചൊരു വീട് വരെ, ഒരു രാജ്യം നാടൊന്നാകെ കത്തിപ്പിടിക്കും. ഇതാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം സഹോദരന്മാർ. അല്ലെങ്കിൽ ഒരു വലിയ കപ്പൽ, ആ വലിയ കപ്പലിന് ചെറിയ ഹോൾസ് ഉണ്ടാകുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കൂല, നെവർ മൈൻഡ് ചെയ്യും. പക്ഷേ ആ ചെറിയ ഹോൾസിലൂടെ വെള്ളം കയറി ആ കപ്പൽ താഴ്ന്നു പോവാറുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തെ വളരെ ശ്രദ്ധിക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രം ഇതിനെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യന്റെ മസ്തിഷ്ക കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷജീവിയാണ് മുഖദ്ദിറാത്ത് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഹൃദയം മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന അല്ലേ, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഈ മയക്കുമരുന്നാണ്. മനുഷ്യന്റെ ബുദ്ധിയെ, ആ ബുദ്ധിയാണ് മനുഷ്യനെ നിയന്ത്രിക്കണമെങ്കിൽ ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു ഈ മയക്കുമരുന്നുകൾ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആരെ കൂട്ടുകൂടുന്നു എന്ന് നാം വളരെ ശ്രദ്ധിക്കണം. മയക്കുമരുന്നിന്റെ ആ കൂട്ടാളികളുമായി ഒരിക്കലും നാം അടുക്കാൻ പോലും പാടില്ല എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഒരുപാട് ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, അതേപോലെ നമ്മുടെ ബന്ധുക്കൾ, അവർക്ക് സംഘടനാ ഭാരവാഹികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഖ്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജ്അൽനാ മിനർ റാഷിദീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين وانصر دينك وكتابك وسنة نبيك وعبادك المؤمنين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. اللهم وفق أميرنا وولي عهده لهداك واجعل أعمالهما في طاعتك ورضاك واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.